ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ജാക്കോബിൻ്റെ സ്വർഗരാജ്യം എന്ന മൂവിയുടെ റിവ്യൂ പറയാനായിട്ടാണ്. ഈ മൂവിയുടെ ട്രെയിലർ കണ്ടാൽ തന്നെ നമുക്കറിയാം ഇതൊരു ഫാമിലി എൻ്റർടൈനറാണ്. സോ ആ ഫാമിലി എൻ്റർടൈനർ എന്ന എക്സ്പെക്റ്റേഷൻ ഈ മൂവിക്ക് ലോങ് എക്സ്റ്റെൻഡ് വരെ കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി പടത്തിൻ്റെ കാസ്റ്റിംഗ് നോക്കുകയാണ് വെച്ചാൽ രഞ്ജി പണിക്കർ, നിവിൻ പോളി, ലക്ഷ്മി രാമകൃഷ്ണൻ ഇവരാണ് ഇതിൻ്റെ ലീഡ് പ്ലേ ചെയ്തിരിക്കുന്നത്. ഇനി ഈ മൂവിയുടെ സ്റ്റോറി അല്ലെങ്കിൽ പ്ലോട്ടിലോട്ട് ഞാൻ വരാം. ജേക്കബ് എന്ന ട്രിവാൻഡ്രം NRIയുടെ സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത്. ദുബായിൽ സെറ്റിൽഡാണ്, ഒരു വൈഫുണ്ട്, 4 മക്കളുണ്ട്. സോ ഇവരുടെ സന്തുഷ്ട കുടുംബമാണ്. പക്ഷേ ചില അൺഎക്സ്പെക്റ്റഡ് ഇൻസിഡൻസ് ഇവരുടെ ലൈഫിൽ ഹാപ്പൻ ചെയ്യുന്നു. അതെങ്ങനെ ഇവർ ഓവർകം ചെയ്തു എന്നതാണ് ഇതിൻ്റെ റെസ്റ്റ് ഓഫ് ദ സ്റ്റോറി. കാരണം ഞാനിതിൻ്റെ ഫുൾ സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തിയേറ്ററിൽ പോയി കാണാൻ അത്ര ഇത് വരത്തില്ല. സോ അതുകൊണ്ട് ഞാൻ മുഴുവനായിട്ട് പറയുന്നില്ല. ഇനി ഈ പടത്തിൻ്റെ കാസ്റ്റിംഗ് നോക്കുകയാണെന്ന് വെച്ചാൽ വിനീത് ശ്രീനിവാസിന് ഹാറ്റ്സ് ഓഫ് കൊടുത്തേ പറ്റുള്ളൂ. കാരണം ഇതിൽ രഞ്ജി പണിക്കറുടെ ക്യാരക്ടർ ജാക്കോബ് എന്ന ക്യാരക്ടർ റിയലി നല്ല പെർഫോമൻസ് ആയിരുന്നു. കാരണം രഞ്ജി പണിക്കർ ഇതുവരെ ചെയ്തതിലുള്ള ഏറ്റവും നല്ല റോൾ ആണ് ജാക്കോബ് എന്ന ക്യാരക്ടർ വളരെ നന്നായി ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇനി ഈ പടത്തിൽ നിവിൻ പോളി ജെറി എന്ന ക്യാരക്ടറിനെ യൂഷ്വലി നിവിൻ പോളി ചെയ്യുന്ന ബാക്കിയുള്ള ക്യാരക്ടേഴ്സും പോലെ തന്നെ വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ലക്ഷ്മി രാമകൃഷ്ണന് നമ്മൾ ക്രെഡിറ്റ് കൊടുത്തേ പറ്റൂ. ജേക്കബിൻ്റെ വൈഫായിട്ട് ഷെർലി എന്ന കഥാപാത്രത്തെയാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. അവർക്കും നമ്മൾ ക്രെഡിറ്റ് കൊടുത്തേ പറ്റൂ. ഇനി ഇതിലെ ബാക്കിയുള്ള എല്ലാ വേറെ കാസ്റ്റിംഗ് നോക്കുകയാണെന്ന് വെച്ചാൽ അവരും ഒരുവിധം നന്നായി ചെയ്തിട്ടുണ്ട്. ഇനി ഈ പടത്തിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനീത് ശ്രീനിവാസിന് നമ്മളൊരു ഹാറ്റ്സ് ഓഫ് കൊടുത്തേ പറ്റുള്ളൂ. ഇതിൻ്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനും വളരെ നന്നായിട്ട് പെർഫെക്ഷനോട് കൂടി ചെയ്തിട്ടുണ്ട്. വിനീത് ശ്രീനിവാസിൻ്റെ ഇതിൽ സ്ക്രിപ്റ്റ് ഭയങ്കര കോറായിരുന്നു. അതിനൊപ്പം തന്നെ ഇതിൻ്റെ ഡയറക്ഷനും ആ പെർഫെക്ഷൻ കാത്തു സൂക്ഷിക്കാൻ വിനീത് ശ്രീനിവാസിന് കഴിഞ്ഞിട്ടുണ്ട്. വിനീത് ശ്രീനിവാസിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് ആയിരിക്കും ഈ മൂവി എന്ന് എനിക്ക് പറയാൻ കഴിയും. പിന്നെ ഇതിൻ്റെ വിഷ്വലൈസേഷൻ ചെയ്തിരിക്കുന്നത് ജോമോനാണ്. ഇതിൻ്റെ വിഷ്വലൈസേഷന് എന്താ പറയുക, ഒരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു മാജിക് നമുക്ക് ഈ മൂവിയിൽ കാണാൻ പറ്റും. ഈ വിഷ്വലൈസേഷന് ഒപ്പം തന്നെ ഈ പടത്തിൻ്റെ എഡിറ്റിംഗ് രഞ്ജന അബ്രഹാം വളരെ നന്നായി ചെയ്തിരിക്കുന്നു. എസ്പെഷ്യലി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് വളരെ സീരിയസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ എഡിറ്റിംഗ് ഇഞ്ച് ബൈ ഇഞ്ച് ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു. ഇനി ഈ പടത്തിൻ്റെ സോങ്സ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ നോക്കുകയാണെന്ന് വെച്ചാൽ ഈ പടത്തിലെ സോങ്സ് എല്ലാം വളരെ നന്നായിരുന്നു. ഭയങ്കര എന്താ പറയുക, മീനിങ് ഫുള്ളായിരുന്നു. വിനീത് ശ്രീനിവാസിൻ്റെ ബാക്കിയുള്ള മൂവികളെ പോലെ ഈ പടത്തിൽ സോങ്സിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എല്ലാം ഭയങ്കര ടച്ചിങ് ആയിരുന്നു. സോ ഷാൻ റഹ്മാന് അതിന് ഒരു ക്രെഡിറ്റ് കൊടുത്തേ പറ്റുള്ളൂ. ഇനി ഞാൻ ഡയറക്റ്റായിട്ട് ഈ പടത്തിൻ്റെ വേർഡിക്കിലോട്ട് വരാം. ഫാമിലി ഓഡിയൻസ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ പടം തിയേറ്ററിൽ ഡയറക്റ്റായിട്ട് പോയി കാണാവുന്നതാണ്. I'll give 4 out of 5 for this movie. See you until next time. Naveen Ken signing off.